ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ കൊട്ടാരങ്ങൾ അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുകയാണ്. കേരളത്തിലെ കൊട്ടാരങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കേരളത്തിലെ കൊട്ടാരങ്ങൾ ആദ്യമായിട്ട് കവടിയാർ കൊട്ടാരം. കവടിയാർ കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കവടിയാർ കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കവടിയാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കനകക്കുന്ന് കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കനകക്കുന്ന് കൊട്ടാരം എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കനകക്കുന്ന് കൊട്ടാരത്തിനടുത്താണ് നിശാഗന്ധി ഓഡിറ്റോറിയം. നിശാഗന്ധി ഓഡിറ്റോറിയം ഒക്കെ എവിടെയാണ്? കനകക്കുന്ന് കൊട്ടാരവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ പറയുകയാണ് കുതിരമാളിക എവിടെ സ്ഥിതി ചെയ്യുന്നു? കുതിരമാളിക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുതിരമാളിക സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. കുതിരമാളിക പണികഴിപ്പിച്ചത് സ്വാതി തിരുനാളാണ്. കുതിരമാളികയിൽ എല്ലാ വർഷവും നവരാത്രിയോടനുബന്ധിച്ച് സംഗീതോത്സവങ്ങൾ നടക്കാറുണ്ട്. കേട്ടോ, നവരാത്രിയിൽ സംഗീതോത്സവങ്ങളൊക്കെ എവിടെ നടക്കാറുണ്ട്? കുതിരമാളികയിൽ നടക്കാറുണ്ട്. അതുപോലെ തന്നെ കിളിമാനൂർ കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കിളിമാനൂർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കിളിമാനൂർ കൊട്ടാരം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കിഴക്കേക്കോട്ട എവിടെയാണ്? തിരുവനന്തപുരത്ത്. കിഴക്കേക്കോട്ട തിരുവനന്തപുരത്താണ്. കിഴക്കേക്കോട്ട തിരുവനന്തപുരത്താണ്. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കിഴക്കേക്കോട്ട പണി കഴിപ്പിച്ചത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പത്മനാഭപുരം കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. രവിവർമ്മ കുലശേഖർ പെരുമാളാണ് ഇത് പണി കഴിപ്പിച്ചത്. രവിവർമ്മ കുലശേഖരനാണ് ഇത് പണി കഴിപ്പിച്ചത്. പത്മനാഭപുരം കൊട്ടാരം പുതുക്കിപ്പണിഞ്ഞത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ രാജ്യതലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാരാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതുപോലെ പറയുകയാണെങ്കിൽ തേവള്ളിക്കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? തേവള്ളിക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലമാണ്. തേവള്ളിക്കൊട്ടാരം കൊല്ലമാണ്. അതുപോലെ ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ് ഡച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർട്ടുഗീസുകാരാണ്. നമ്മൾ ഡച്ച് കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ ഡച്ചുകാരാണെന്ന് സംശയിക്കുമല്ല. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറയിലാണ്. ഹിൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാൻസിയോൺ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഹാൻസിയോൺ കൊട്ടാരം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പറയുകയാണ് വരിക്കാശ്ശേരി മന എവിടെ സ്ഥിതി ചെയ്യുന്നത്? വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാട് മോഹൻലാൽ അഭിനയിച്ച ദേവാസുരം പോലെയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നത് എവിടെയാണ്? വരിക്കാശ്ശേരി മനയിലാണ്. വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. അതുപോലെ തന്നെ കൃഷ്ണപുരം കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കായംകുളത്താണ്. കായംകുളത്താണ് കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ പറയുകയാണ് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഗജേന്ദ്രമോക്ഷം ചുവർച്ചിത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. അപ്പം ഞാനിവിടെ വന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസാണ്. അപ്പം വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുകയും അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറിവുകൾ മറ്റൊരാളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. ഒരുപാട് പേരെന്നെ കണ്ട് ഈ അടുത്ത സമയത്ത് കംപ്ലയിൻറ്റ് പറയുകയുണ്ടായി. കംപ്ലയിൻറ്റ് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇപ്പം വീഡിയോ ഒന്നും ചെയ്യുന്നില്ലയോ എന്നോട് ചോദിക്കുകയുണ്ടായി. വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ ഞാൻ ദിവസവും ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യും. എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും, വീഡിയോ ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോകൾ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കും. ഒരുപാട് പേര് അടുത്ത സമയത്ത് ഇടവർക്ക് പറയുകയുണ്ടായിരുന്നു വീഡിയോ ചെയ്യുന്നില്ലേ, വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക.